വെൽക്കം ടു ലേണിനോ. ഗണിതത്തിലെ കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. അനുയോജ്യമായത് തിരഞ്ഞെടുക്കുക. ഇവിടെ ANBO, ഇവിടെ CP യോജിച്ചത് ഇവിടെ എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യത്തെ അക്ഷരം A, ഇതിൽ ആദ്യത്തെ അക്ഷരം B. അപ്പൊ എയുടെ തൊട്ടടുത്ത അക്ഷരമാണ്. അപ്പൊ അതുപോലെ സിയുടെ തൊട്ടടുത്ത അക്ഷരം ഏതാണ് വരിക? D ആണ് വരിക. ഇനി Nന് തൊട്ടടുത്ത അക്ഷരം O വന്നു. അങ്ങനെയാണെങ്കിൽ Pയുടെ അടുത്ത അക്ഷരം Q വരും. അപ്പോൾ DQ എന്നാണ് വരിക. അതായത് ഇതിലെ ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, തുടർച്ചയായ രണ്ട് ഇരട്ട സംഖ്യകളുടെ വർഗ വ്യത്യാസം 84 ആയാൽ സംഖ്യകളുടെ തുക എന്ത്? സംഖ്യകൾ എയും ബിയും ആണെന്ന് ഇരിക്കട്ടെ. അപ്പൊ നമുക്ക് A² - B² 84 എന്ന് തന്നിട്ടുണ്ട്. രണ്ട് ഇരട്ട സംഖ്യകളായതുകൊണ്ട് അവയുടെ വ്യത്യാസം A - B 2 ആയിരിക്കും. അപ്പൊ A + B × 2 = 84. അപ്പൊ ഇതിൽ നിന്നും A + B 42 എന്ന് കിട്ടും. അതായത് സംഖ്യകളുടെ തുക 42. ഇതിലെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, അടുത്ത സംഖ്യ ഏത്? ഇവിടെ തന്നിട്ടുള്ളത് 25, 28, 34, 35, 37. ഇതില് ഏത് ക്രമത്തിലാണ് എഴുതിയിട്ടുള്ളത്? 25. 5ന്ന് 2 കുറച്ച 3. ഈ 3 ആണ് കൂട്ടിയിരിക്കണേ 28ലേക്ക്. 8ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസം 6. അപ്പൊ 28 6 34. 4ഉം 3ഉം തമ്മിലുള്ള വ്യത്യാസം 1. അത് കൂട്ടി 35. 5ഉം 3ഉം തമ്മിലുള്ള വ്യത്യാസം 2. അപ്പൊ 35ഉം 2ഉം 37. അങ്ങനെയാണെങ്കിൽ അടുത്ത സംഖ്യ വരേണ്ടത് 7ഉം 3ഉം തമ്മിലുള്ള വ്യത്യാസം 4. 4 കൂട്ടണം 37ഉം 4ഉം 41. അതായത് ഇതിലെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഒരു സംഖ്യയുടെ 7% 35 ആയാൽ സംഖ്യ ഏത്? സംഖ്യയുടെ 7% എന്ന് പറഞ്ഞാൽ സംഖ്യ × 7/100 = 35. അപ്പൊ x × 7 = 35 × 100. x = 35 × 100/7 = 500 എന്ന് കിട്ടും. അതായത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, 0.42 × 100k = 42 ആയാൽ k യുടെ വില എന്ത്? 0.42നെ 100 കൊണ്ട് ഗുണിച്ചാലാണ് 42 കിട്ടുക. അപ്പൊ അങ്ങനെ ആവുമ്പോ ഈ k യുടെ വില 1 ആയിരിക്കും. ഇതിലെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, അനുയോജ്യമായത് തിരഞ്ഞെടുത്ത് പൂരിപ്പിക്കുക. ഇവിടെ 723:42. അപ്പൊ ഇവിടെ നമുക്ക് 7, 2, 3 ഗുണിച്ചാൽ 42 കിട്ടും. അങ്ങനെയാണെങ്കിൽ 614ന്റെ കൂടെ ഏതാണ് വരേണ്ടത്? 6 × 1 × 4 = 24. അപ്പൊ ഇതിലെ 24 ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഒരു സംഖ്യയുടെ വർഗത്തോടു കൂടി 51 ചേർത്താൽ 676 കിട്ടും. സംഖ്യ ഏത്? ഇപ്പൊ സംഖ്യയുടെ വർഗത്തോടു കൂടി 51 കൂട്ടിയാൽ 676 കിട്ടും. അപ്പൊ 51 കുറച്ചാൽ 625 ആണ് കിട്ടുക. ഈ 625 എന്ന് പറയുന്നത് 25ന്റെ വർഗ്ഗമാണ്. അതുകൊണ്ട് സംഖ്യ 25. ഇതിലെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം,
ഒരാൾ 1400 രൂപയ്ക്ക് വാങ്ങിയ സൈക്കിൾ 10% നഷ്ടത്തിൽ വിറ്റു എങ്കിൽ വിറ്റ വില എത്ര? 10% നഷ്ടത്തിലാണ് വിറ്റത്. അതുകൊണ്ട് യഥാർത്ഥ വിലയുടെ 90% വിലയ്ക്കായിരിക്കും വിറ്റിട്ടുണ്ടാവുക. അതായത് 1400 ഇൻറ്റു 90/100 സമം 1260. അതായത് ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 3:4. അവയുടെ വ്യത്യാസം 24 എങ്കിൽ ചെറിയ സംഖ്യ എത്ര? സംഖ്യകൾ 3x 4x എന്ന് എടുക്കുകയാണെങ്കിൽ ഇവ തമ്മിലുള്ള വ്യത്യാസം 4x - 3x സമം 24 ആണ്. അതായത് ഒരു എക്സിന്റെ വില 24. അപ്പൊ നമുക്ക് ചെറിയ സംഖ്യ 3x ആണ്. 3xന്റെ വില 3 ഇൻറ്റു 24 സമം 72. അതായത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ആദ്യത്തെ 30 എണ്ണൽ സംഖ്യകളുടെ തുക എന്ത്? 30 എണ്ണൽ സംഖ്യകളുടെ തുക 30 ഇൻറ്റു 31/2 സമം 465. അതായത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഒരാളിന് 10 വർഷം മുമ്പ് 10 വയസ്സുണ്ടായിരുന്നു എങ്കിൽ ഇനി 10 വർഷം കഴിയുമ്പോൾ അയാളുടെ പ്രായം എന്തായിരിക്കും? 10 വർഷം മുമ്പ് 10 വയസ്സായിരുന്നു, ഇപ്പോ 20 വയസ്സായിട്ടുണ്ടാവും. ഇനി 10 വർഷം കൂടി കഴിയുമ്പോൾ 30 വയസ്സാവും. അതായത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 6/41 എന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കാണുക. 6ന്റെ കൃതി ഏത് എണ്ണൽ സംഖ്യ വന്നാലും അതിന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 6 ആയിരിക്കും. അതായത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ വലിയ ദശാംശ സംഖ്യ ഏത്? ഇപ്പൊ ഇവിടെ പൂർണ്ണസംഖ്യാ ഭാഗത്തെല്ലാം 2 ആണ്. ഇനി പോയിന്റ് കഴിഞ്ഞിട്ട് ഏത് സംഖ്യയാണ് വലുത് വരുന്നത് എന്ന് നോക്കാം. ഇവിടെ 0, ഇതില് 0, ഇതിലും 0, ഇവിടെ 1 ആണ്. അതുകൊണ്ട് 2.1 ആണ് ഏറ്റവും വലിയ സംഖ്യ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, റൂട്ട് ഓഫ് 0.0001 എത്ര? ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് 4 സ്ഥാനം ഉണ്ട്. അപ്പൊ വർഗമൂലത്തിൽ 2 സ്ഥാനങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇതിൽ നമുക്ക് 1 ഉള്ളൂ. അപ്പൊ ഇവിടെ 0.01 ആണ് വരിക. കാരണം 1ന്റെ വർഗം 1. പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം ഉള്ളത് കൊണ്ട് ഇവിടെ 4 സ്ഥാനം വന്നു. അപ്പൊ ഇതിലെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, തുടർച്ചയായ 3 നിസ്സർഗ സംഖ്യകളുടെ തുക 57 ആയാൽ അതിൽ മധ്യസംഖ്യ ഏത്? നിസ്സർഗ സംഖ്യ എന്ന് പറഞ്ഞാൽ എണ്ണൽ സംഖ്യ. തുടർച്ചയായ 3 എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 57. അപ്പൊ അതിലെ മധ്യസംഖ്യ, അതായത് നടുവിലുള്ള സംഖ്യ കാണാൻ 57നെ 3 കൊണ്ട് ഹരിച്ചാൽ മതി. അതായത് 19. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഒരാൾ 5000 രൂപ 6% പലിശ നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിച്ചാൽ 3 വർഷം കഴിയുമ്പോൾ ലഭിക്കുന്ന പലിശ എത്ര? പലിശ കാണാനുള്ള സൂത്രവാക്യം സാധാരണ പലിശയാണ് PNR/100. അതായത് 5000 രൂപ 3 വർഷത്തേക്ക് 6%. അപ്പോൾ 5000 × 3 × 6/100 സമം 900 രൂപ. അതായത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, 200 രൂപ വിലയുണ്ടായിരുന്ന ഒരു ബുക്ക് വിറ്റപ്പോൾ 140 രൂപ ലഭിച്ചു. നഷ്ടം എത്ര രൂപ? നഷ്ടം എന്ന് പറയുന്നത് 200 - 140.
സമം 60. ഇതിലെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഒരു തുക സാധാരണ പലിശ പ്രകാരം 5 വർഷം കൊണ്ട് ഇരട്ടിയായി. അത് മുടക്കുമുതലിന്റെ 10 ഇരട്ടിയാവാൻ എത്ര വർഷം വേണം? ഇവിടെ 10 ഇരട്ടിയാവാൻ 10 - 1 × 5 സമം 45 വർഷമാണ് വേണ്ടത്. അതായത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, TEN സമം 5, 2, 3 ആണെങ്കിൽ NET കോഡ് ആകാൻ സാധ്യമല്ലാത്തത് ഏത്? ഇവിടെ TEN, ഇതിലും TEN എന്നുള്ള അക്ഷരങ്ങൾ തന്നെയാണ് ഉള്ളത്. അപ്പൊ ഇവിടെ 5, 2, 3 എന്ന സംഖ്യകളാണ് ഇതിന്റെ കോഡിൽ ഉണ്ടാവുക. ഇവിടെ നോക്കുമ്പോൾ ഈ 437 4ഉം 7ഉം ഈ കോഡിൽ ഇല്ലാത്തത് കൊണ്ട് 437 ആണ് കോഡാകാൻ സാധ്യം അല്ലാത്തത്. അതായത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, LM 25 ആണെങ്കിൽ VW സമാനമായത് എന്താണ് വരിക? അപ്പൊ ഇവിടെ M എന്ന് പറയുന്നത് Lന്റെ സ്ഥാനം 12ാമത്തെ അക്ഷരമാണ്. M-ന്റെ 13ാമത്തെ അക്ഷരമാണ്. 12ഉം 13ഉം 25. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ V 22ാമത്തെ അക്ഷരം, W 23ാമത്തെ അക്ഷരം. അപ്പൊ 22ഉം 23ഉം 45. അപ്പൊ ഇവിടെ 45 ആണ് വരേണ്ടത്. അതായത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, 41നെ തുടർന്ന് വരുന്ന അഭാജ്യ സംഖ്യ, അത് 43. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, അടുത്ത സംഖ്യ ഏത്? 16, 23, 28, 38. അപ്പൊ ഇവിടെ ഓരോ സംഖ്യയിലെയും അക്കങ്ങളുടെ തുകയാണ് കൂട്ടിയിരിക്കുന്നത്. 6, 1, 7. അപ്പോൾ 16, 7, 23. ഇവിടെ 3, 2, 5. 23, 5, 28. 8, 2, 10. അപ്പോൾ 28, 10, 38. അങ്ങനെയാണെങ്കിൽ അടുത്ത സംഖ്യ 8, 3, 11. 38ന്റെ കൂടെ 11 കൂട്ടിയാൽ 49. അതായത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, 21, x, 59 ഇവ സമാന്തര ശ്രേണിയിലായാൽ x-ന്റെ വില എന്ത്? ഇവിടെ x കണ്ടുപിടിക്കാൻ 21ഉം 59ഉം കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിച്ചാൽ മതി. അതായത് 21 + 59/2 80/2 സമം 40. അതായത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഇവിടെ 8 ഒന്നുകളുണ്ട്. അതായത് 1,11,11,111നെ 11 കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും എന്നുള്ളതാണ്. ഒന്നുകിൽ നമുക്ക് ഹരിച്ചു നോക്കാം, അല്ലെങ്കിൽ ഇതിൽ ഓരോന്നിനും 11 കൊണ്ട് ഗുണിച്ച് നോക്കേണ്ടി വരും. അപ്പൊ ഇവിടെ നമ്മൾ ഹരിച്ചു നോക്കുകയാണെങ്കിൽ 11ൽ 11 ഒരു പ്രാവശ്യം, അടുത്ത 1ൽ ഇല്ലാത്തത് കൊണ്ട് 0. ഇനി അടുത്ത 1 ചേർത്താൽ 11ൽ ഒരു പ്രാവശ്യം, അടുത്ത 1ൽ ഇല്ല, അപ്പൊ 0. അടുത്ത 11ൽ 1. ഇനി അടുത്ത 1ൽ ഇല്ല, 0. 11ൽ 1. അതായത് ഇവിടെ ആൻസർ വരുന്നത് 10,10,101. അപ്പൊ ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ.